വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണനെ പ്രതിയാക്കി കേസെടുത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ്. ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, PV ബാലചന്ദ്രൻ എന്നിവരും പ്രതികളാണ്. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേർന്നു. അർജുൻ, CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നു IC ബാലകൃഷ്ണനെ പ്രതിയാക്കണം, IC ബാലകൃഷ്ണനെതിരെ കേസ് എടുക്കണം എന്ന്. ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു. എന്താണ് വിവരം? തീർച്ചയായും നമുക്ക് പുതിയ വിവരമനുസരിച്ച് നേതാക്കൾ ഇരുവരും, അതായത് IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കേസ് വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ തങ്ങളെ അറസ്റ്റ് ഒഴിവാക്കുവാൻ വേണ്ടി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു MLA കൂടിയാണ് ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ചില പ്രോട്ടോകോളുകൾ ഉണ്ടാവാം, പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിൻ്റെതായിട്ടുള്ള ഒരു നിയമവശങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഒരു വഴിക്ക് ഇത്തരത്തിൽ അറസ്റ്റിനുള്ള ഒരു സാധ്യത പരിശോധിക്കുമ്പോൾ, മറുവശത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ജാമ്യത്തിനുള്ള സാധ്യത തേടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ തന്നെയും MLA IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ND അപ്പച്ചൻ തുടങ്ങിയ ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP ആവട്ടെ, CPM ആവട്ടെ, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്. നേരത്തെ നമ്മോട് സംസാരിച്ച BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മരവിലും പറഞ്ഞത് അത്തരത്തിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. MLA രാജിവെക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറൊരു വഴി കോൺഗ്രസിന്റെ ഭാഗത്തില്ല എന്നുള്ളത് തന്നെയാണ് BJP അടക്കമുള്ള പാർട്ടികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുമോ, AC ബാലകൃഷ്ണൻ അറസ്റ്റിലാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള സംശയം. എന്തിനാ തന്നെയും നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഞായറാഴ്ച. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ അവധി എല്ലാം പരിഗണിച്ചുകൊണ്ട് എപ്പോഴായിരിക്കും ഈ കേസ് ഇനി കോടതിയിലേക്ക് എത്തുക, കോടതി എന്തായിരിക്കും വിധിക്കുക എന്നുള്ളതടക്കം. ശരി, NM വിജയന്റെ ആത്മഹത്യയിൽ ND അപ്പച്ചനും IC ബാലകൃഷ്ണനും അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.